ഇന്ന് നമ്മളൊരു ചെറിയ കുഞ്ഞൻ ചാളയാണ്. അതൊന്ന് തേങ്ങ ഇടാതെ നമ്മളിവിടെ പറയും പുളി വെക്കുക എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അങ്ങനെ ഒന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യുന്ന രീതിയിൽ വെക്കുന്ന ഒരു ഇതാണ്. തേങ്ങ അരയ്ക്കണ്ട, തേങ്ങ അരയ്ക്കാതെ കുഞ്ഞു മത്തി, വളരെ ചെറിയ മത്തിയാണ്. അതിനെ നമ്മളൊന്ന് പുളി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കുടംപുളി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കുടംപുളി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ കുടംപുളി യൂസ് ചെയ്യാറില്ല. ചില ദിവസം കുടംപുളി യൂസ് ചെയ്ത് ചെയ്യുന്നവർക്ക് നന്നായിരിക്കും. ഇപ്പോൾ ഇത് നമ്മൾ ഒന്ന് പെട്ടെന്നൊന്ന് ഇതിൻ്റെ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വേറൊന്നുമില്ല, നമ്മൾ സാധാരണ കണക്ക് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കുഞ്ഞുള്ളിയാണ്, ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം ഇതിനെ നന്നായിട്ട് വാട്ടിയതിന് ശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അത് നമ്മുടെ നമ്മൾ എത്രത്തോളം മീൻ എടുക്കുന്നു അതിനനുസരിച്ച് നമ്മൾ സാധാരണ മീൻ വെക്കുന്ന ആൾക്കാരല്ലേ, അപ്പം എത്രത്തോളം മീൻ എടുക്കുന്നു അതിനനുസരിച്ച് പൊടികളെല്ലാം യൂസ് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ നമുക്ക് സാധാരണ ഒരു 2 സ്പൂൺ മുളക് പൊടി, അത് കണക്ക് തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത്. എരിവനുസരിച്ച് ഇടാം. നമ്മുടെ ഇവിടുത്തെ മുളക് പൊടി നല്ല എരിവാണ്. അപ്പോൾ അതിന് ആ എരിവ് നോക്കിയിട്ട് വേണം നിങ്ങളിടാൻ. അപ്പം നിങ്ങൾക്കുള്ളത് സാധാരണ കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ച് അധികം ഇടാം, കുഴപ്പമില്ല. അപ്പം ഇത് നമ്മൾ വാങ്ങിച്ച് മുളകും മല്ലിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നല്ല എരിവുണ്ടായിരിക്കും. അതിന് കുറച്ച് മാത്രം യൂസ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉള്ളി വാടിയതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം ഇപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അരിഞ്ഞ തക്കാളി ഇതിനകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ആ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് വാടി വരണം. തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മളിവിടെ വാളംപുളിയാണ് യൂസ് ചെയ്യണത്. കുടംപുളി ഇടുന്നവർക്ക് ഇടാം. അപ്പോൾ വാളംപുളി, ഇപ്പോൾ തക്കാളിയിലൊരു പുളിപ്പുണ്ടാവും. വാളംപുളി കുറച്ചൊന്ന് വെള്ളത്തിലിട്ട് നമ്മളതിനെ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കുന്ന അതിൻ്റെ വെള്ളം മാത്രം, തൊത്ത് മാത്രം മാറ്റിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം ഇതൊന്നായതിന് ശേഷം നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഒഴിക്കാം. ഒഴിച്ചിട്ട് നമുക്കൊന്ന് സ്പൂണിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ വീത്തി പുളിവെള്ളത്തിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പും നമ്മുടെ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് എല്ലാവരും എത്രയാണ് ഉപ്പ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് ഇട്ടാൽ മതി. ഉള്ളി വാടുന്ന സമയത്ത് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ആ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അല്ലാതെ കറിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്കിനി നമ്മുടെ കുഞ്ഞു മത്തീനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെറിയ കുഞ്ഞു മത്തീനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരണത്. ഇപ്പം നമ്മൾ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരുപാടിട്ടാൽ ഉലുവ ഒരുപാടായി കഴിഞ്ഞാൽ നല്ല കയ്പുണ്ടാവും. അപ്പോൾ കുറച്ച് മാത്രം ഇട്ടാൽ മതി. ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കുഞ്ഞു മത്തി മുളകിട്ടത് റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കാം. പൊൻതേള മാറിക്കഴിഞ്ഞിട്ട് നമുക്കത് കഴിക്കാൻ എടുക്കാം. ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നന്നായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. എളുപ്പത്തിൽ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്.